മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഡ്വൻറ്റോക്സിലെ 18-ാം ദിനം ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഈ ഒരു 17 ദിവസം ശരിക്കും പറഞ്ഞാൽ നമ്മൾ കർത്താവായ യേശു മിശിഹായെ ആ പുൽക്കൂട്ടിൽ കാണുകയും കർത്താവുമായി സംസാരിക്കുകയും എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളും സങ്കടങ്ങളും ഭാരങ്ങളും ഞാൻ കർത്താവിന് കൊടുക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം കർത്താവ് മുമ്പിൽ ഉള്ളപ്പോൾ മറിയത്തിൻ്റെ ഒരു വാക്യമാണ് നമ്മളിന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. അത് മറ്റേതൊന്നുമല്ല, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യമാണ്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ എല്ലാ ആത്മാവും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ഭൂമി കടന്നു വന്നിരിക്കുന്നത്. വി ഹാവ് എ റോൾ ആൻഡ് ഡ്യൂട്ടി ടു പ്രൈസ് ഗോഡ്, ടു വർഷിപ്പ് ഗോഡ്, ടു അഡോർ ഗോഡ്. അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. അപ്പം ആരാധനയും സ്തുതിയും മഹത്വവും അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. മനുഷ്യരും ബലഹീനരായ നമ്മൾ ഓരോ വ്യക്തികളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം നമ്മളെ 2-3 കാര്യങ്ങൾ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഒരു ബാലനായ യേശുയുടെ ആദ്യത്തെ കരച്ചിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോഴും ആദ്യമായി മാതാവിൻ്റെ മടിയിൽ കിടന്ന് കരഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാകും, ബേത്ലഹേം എന്നൊരു നഗരത്തിൽ വലിയൊരു സന്തോഷത്തിനും ഒരു സമാധാനത്തിന് വേണ്ടി ഒരു കാര്യം അവിടെ അത്ഭുതം നടക്കുകയാണ്. ആദ്യമായി കർത്താവ് മാതാവിൻ്റെ മടി കിടന്ന് കരയുമ്പോൾ സന്തോഷം, സമാധാനം ബേത്ലഹേം എന്നൊരു രാജ്യത്തിൽ അല്ലെ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലാകാം, ഇവിടെ മാതാവ് ആദ്യം വളരെ കൺഫ്യൂസ്ഡ് ആയ ഒരു സ്റ്റേജിലായിരുന്നു. ഇതെന്താണ്, ഇതെങ്ങനെ ഞാൻ സ്വീകരിക്കും? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പുരുഷനെ ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? പക്ഷേ ഒരു ഇമ്പോസിബിളായ ഒരു ആക്ടിനെ ദൈവത്തിൻ്റെ ശക്തിയാൽ അത് പോസിബിൾ ആകുകയാണ്. അപ്പം അസാധ്യമായ ഒരു കാര്യം കർത്താവ് ഇടപെടുമ്പോൾ അത് സാധ്യമാകുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ. അപ്പം എൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ അസാധ്യമായി എനിക്കൊന്നും തന്നെ ഇല്ല, എല്ലാം ദൈവം നടത്തിത്തരും. എന്നാൽ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, അല്ലെ ജനിച്ച കുഞ്ഞ് ഒരു സാധാരണ ഒരു കുഞ്ഞല്ല, ദൈവപുത്രനാണ്, സമാധാനത്തിൻ്റെ രാജാവാണ്, സമാധാനം ഈ ലോകത്തിൽ നൽകാമെന്ന ദൈവപുത്രനാണ്, ദൈവക്കുഞ്ഞാടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ക്രിയേറ്റർ എൻട്രിങ് ക്രിയേഷൻ, അതായത് ഈ ലോകത്തിലെ സൃഷ്ടാവ് ഈ സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം അതായത് ഈ ഒരു വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ യേശു, എന്നെ സൃഷ്ടിച്ച യേശു എൻ്റെ ഉള്ളിൽ കടന്നു വരാൻ പോവുകയാണ്. അപ്പോൾ ഇനി മുതൽ ഞാൻ എന്ന വ്യക്തി അനുഗ്രഹത്തിൻ്റെ ഒരു പാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ രണ്ടാമത്തെ ഒരു കാര്യം, ഇതൊരു ജോയ് ഓഫ് പ്രോമിസ്, അതായത് സന്തോഷത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. അതായത് രക്ഷകൻ കടന്നു വരുന്നു. അപ്പം ഇവിടെ രക്ഷകൻ കടന്നു വരുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം അതൊരു വലിയൊരു വിശ്വാസ സത്യമായി നമ്മുടെ ഇടയിൽ വസിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുമുള്ളവരെ, ചില വ്യക്തികളുണ്ട്, എല്ലാത്തിലും പരാജയമാണ്, എന്ത് ചെയ്താലും പരാജയം മാത്രമേ അവർ നേടത്തുള്ളൂ. എന്നാൽ ഇന്ന് ഈ ഒരു വചനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, രക്ഷകൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ഇന്ന് നമ്മൾ പരാജയമല്ല, ഇന്ന് നമ്മൾ വിജയിക്കാൻ വേണ്ടി മാത്രം വിളിച്ചവരാണ് നമ്മൾ. ഈ ഒരു നൊയമ്പ് കാലത്തിൽ ഈ ഒരു 18-ാം ദിവസം നമുക്ക് പ്രാർത്ഥനയോടെ ഈശോയെ സ്വീകരിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.